നമസ്കാരം. അപ്പം ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിൽ നടക്കുന്ന സെക്ഷുവലായിട്ടുള്ള എല്ലാവർക്കും അതാണല്ലോ താല്പര്യം. കാരണം ലൈംഗികമായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം ആരും പറയാത്തതാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വിദ്യാഭ്യാസമേ ഇല്ല. അതെല്ലാം ഒരു പാവമായിട്ടാണ്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ കൊച്ചുങ്ങളുടെ വാപിടിച്ച് കൊത്തും. അത് പറയാൻ പാടില്ല, അത് കാണാൻ പാടില്ല. ഞാൻ ജർമ്മനിയിൽ 1974 ആദ്യമായിട്ട് അവിടെ ഫ്രാങ്ക്ഫർട്ട് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിൽ ചെന്നിറങ്ങി. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ടാക്സി എല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ ഞാനും ചിലപ്പോൾ ഒരാളല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചേഞ്ച് വരട്ടെ, എല്ലാവരും ആണുങ്ങളെ വിളിച്ചു പോകുന്നു. ഞാൻ വിചാരിച്ച ഒരു ലേഡിയെ വിളിച്ചു, മാതാമ്മയെ വിളിച്ചു വന്നു. അപ്പോൾ അവരുടെ രീതികളിൽ എനിക്കറിയാം. ഞാൻ ഇവിടെ ജർമ്മൻ ലാംഗ്വേജൊക്കെ പഠിച്ചിട്ടാണ് പോയത്. വന്നതുകൊണ്ട് തന്നെ ഒരു ഷേക്ക് ഹാൻഡൊക്കെ തന്നെ. ഞാൻ ഹൗ ആർ യു? ഐ എം ഫൈൻ. വാട്ട്സ് യുവർ നെയിം? മേ ഐ നോ യു? ഇതെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞ് എനിക്ക് ഇന്ന ഹോട്ടലിലാണ് പോകേണ്ടത്. അപ്പം എൻ്റെ കയ്യിൽ നമുക്ക് അന്ന് അനുവദനീയമായിട്ടുള്ള ഉള്ളി 5 മാർക്ക്, ഡ്യൂഷ്യ മാർക്ക് എന്ന് പറയും, ജർമ്മൻ്റെ ഇതാണ്. ആ ഡോക്ടറെ അതിന് കുഴപ്പമില്ലല്ലോ. എൻ്റെ കയ്യിൽ 5 മാർക്കേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്ര ചാർജ് ആവും? അത് ഒരു 15 ഇതാവും. ഞാൻ ഡസൻ മാറ്റർ. ഞാനവിടെ ഹോട്ടലിൽ ചെന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, ഞാൻ വാങ്ങിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ എഗ്രിബിളായിട്ട് പോയി. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ, മിസ് ആൻ്റണി, ഞാൻ പറഞ്ഞു, മിസ് ആൻ്റണി അവർക്ക് ഒരു 10 ഡ്യൂഷ്യ മാർക്ക് കൂടെ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഹോട്ടലിൽ നിന്നാൽ മതി, ഇതിന് തരാം. പിന്നെ ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം അവർ എല്ലാം സമ്മതിച്ചു. ശരി. എന്നിട്ട് പിറ്റേ ദിവസം പോവുകയും ചെയ്ത് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കറിയത്തില്ല, അവർ വന്ന് ചോദിച്ചു, ഹാനെ ഗക്കിയു? ഞാൻ ഫോർ വാട്ട് എന്ന് പറയാൻ, എന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, ഫോർ വാട്ട്? ഐ ലൈക്ക് യു. പിന്നെ ഞാനും ചെറുപ്പം, അവളും ചെറുപ്പം. അവൾ കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു. അവൾ കെട്ടിപ്പിടിച്ച്. പിറ്റേ ദിവസം കാണാൻ ഹോട്ടലിലൂടെ വന്നിരിക്കുന്നത്. ഡോക്ടറെ, എനിക്ക് പിന്നെ നിങ്ങളുടെ ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? അതിവിടെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയാം, കുഴപ്പമില്ല, ഇന്നില്ല, ഞാനിവിടെ കാണും. ഞാൻ പറഞ്ഞു, മിസ് ആൻ്റണി ഇത് നമ്പർ കൊടുക്കണം, അതാകുമ്പോൾ ഒന്ന് ചോദിക്കുക പറയുകയൊക്കെ ചെയ്തോട്ടെ. അവർ ഷീ ഈസ് വെരി പെർഫെക്റ്റ് ആൻഡ് വെരി ജെൻറ്റിൽ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പിറ്റേ ദിവസം ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ദിരാഗാന്ധിയുടെ പേരുണ്ട്, മറ്റ് പിന്നെ പെണ്ണുങ്ങളെ ഭരിക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം ഉണ്ട്. അവിടെ വന്ന് ഇന്ത്യക്കാരെല്ലാം ഇറങ്ങുന്നുണ്ട്, പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് കൈസർ സ്ട്രാസെ എന്നാണ് പറയുന്നത്. ജർമ്മനിലെ സ്ട്രാസെ എന്ന സ്ട്രീറ്റാണ്. മറ്റേ കൈസറിനെ കേട്ട് കാണുമല്ലോ, അമേരിക്കൻ പൊളിറ്റീഷ്യനായിരുന്നു. അപ്പോൾ കൈസറിൻ്റെ ആ സ്ട്രീറ്റാണ്. അവിടെ കംപ്ലീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടുത്തെ പോലെ വിഷക്കാരുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അല്ല. എല്ലാം വെൽ എഡ്യൂക്കേറ്റഡാണ്, പിന്നെ നല്ല ധനികരാണ്, എല്ലാമാണ്. പക്ഷേ അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. നമ്മളിപ്പം ആണിന് പെണ്ണ് കൊടുക്കുക, പെണ്ണിന് പൈസ ആണ് കൊടുക്കുകയോ ആണിന് പെണ്ണിന് കൊടുക്കുക, അതാണ് ഈ ഡെഫിനിഷൻ അതിൻ്റെ. അതാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ. അതിപ്പം ആണിൻ്റെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കും, പെണ്ണിൻ്റെ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നുള്ള നമ്മുടെ സബ്ജക്റ്റ് അതല്ലെങ്കിൽ തന്നെയും. അപ്പോൾ നമ്മുടെ ആളുകൾ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പം അറിയാതെ നമ്മുടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യും. അപ്പോൾ പിള്ളേരിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് എല്ലാം ഇത് പിന്നെ പ്രദർശനമായിട്ടെല്ലാം കാണിക്കും. നമ്മുടെ ആളുകൾ ചെയ്യുന്ന കൊച്ചിൻ്റെ കണ്ണങ്ങ് പൊത്തും, കാരണം ഇത് കാണാൻ പാടില്ലെന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് പിന്നെ ഇന്ത്യക്കാരെ അവർക്ക് അറിയാൻ കണ്ടു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഷോ യു ക്യാൻ സി, പിന്നെ കിങ് എലിസബത്തിൻ്റെ കാണാം എന്നൊക്കെ അവർക്ക്. അതിനൊന്നും അങ്ങനെ നിയമത്തിനങ്ങനെ പിന്നെ ഇതൊന്നും വെച്ചിട്ടില്ല, ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. ആ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഞാൻ പറയാൻ കാര്യം, ഈ പീഡനം പെണ്ണിനെ ആയിക്കഴിഞ്ഞാലും ആണിനെ ആയിക്കഴിഞ്ഞാലും പീഡനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇതെല്ലാം നമ്മൾ ഈ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും എപ്പോഴും എന്തിനാണ് അവരെ കമ്പയർ ചെയ്യുന്നത്? അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം പറയും. അവർക്കൊരു ഡിവൽ മൈൻഡ് ഇല്ല. ഇപ്പോൾ ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിക്കും, ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൈഡിലും വലിയ വലിയ സ്റ്റാർ ഹോട്ടൽ പോലുള്ള ഫെസിലിറ്റീസാണ് അവർ ചെയ്തിരിക്കുന്നത്.
അവർ റേറ്റ് വരെ എഴുതിയിരിക്കും. അപ്പോൾ ആ റേറ്റ് തന്നെയും ഓരോരുത്തരിങ്ങനെ പോയെല്ലാം നോക്കിയിട്ട് ആ റേറ്റ് കാണുമ്പോഴേ പിന്നെ അവൻ്റെ ലൈംഗിക ആസക്തി നിൽക്കും. കാരണം അത്ര വലിയ റേറ്റാണ്. അപ്പോൾ അതായത് ഇത്രയും പറഞ്ഞെങ്കിലും ജർമ്മനിൽ ഏറ്റവും കൂടുതൽ ഇൻകം റവന്യൂ ഉള്ളത് പ്രോസ്റ്റിറ്റ്യൂഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഈ ഓടയൊക്കെ വൃത്തിയാക്കുന്നവർക്കാണ്, പ്ലംബേഴ്സിനാണ്. മൂന്നാമത്തെ സ്ഥാനം മാത്രമേ ഡോക്ടേഴ്സിന് വരുന്നുള്ളൂ. നാലാമത്തത് ബിസിനസ്സുകാർക്ക് മാറ്റാണ്. ബിസിനസ്സുകാർ നമ്മൾ ഇതിൽ കൂട്ടേണ്ട കാര്യമില്ല, അവർക്ക് അൺലിമിറ്റഡാണ്. പക്ഷേ അവരുടെ ഇൻകം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതവരുടെ ഈ കോളേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മധ്യവേനൽ അവധി വരുമ്പോഴത്തേക്ക് അവരിതുപോലെ അങ്ങ് പോകും, വീട്ടിൽ നിന്ന് അങ്ങ് പോകും. എന്തിനാ പോകുന്നു ആർക്കും അറിയത്തില്ല. പക്ഷേ ഇത് വളരെ ലൈസൻസ്ഡാണ്. അവർക്ക് ഹെൽത്ത് കാർഡ് വേണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം, പിന്നെ രോഗവിമുക്തമാണെന്നുള്ള കാർഡെല്ലാം വേണം. ഇതിനെല്ലാം പെർമിഷൻ കൊടുക്കുന്നത് പോലീസ് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പീഡനത്തിൻ്റെ കാര്യം വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ നമ്മുടെ രാജ്യത്ത് ആ സ്വാതന്ത്ര്യം ഇല്ലെന്ന് മാത്രമല്ല, അത്രയും മിസ്യൂസ് ചെയ്ത് രോഗികളെ ഇത്രയും ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇത് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ കാര്യം, ഇപ്പോൾ ബംഗാളികൾക്ക് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ട്രീറ്റുണ്ട്. അവിടെ നടക്കുന്നത് എന്താണ്? അത്രയും പ്രോസ്റ്റിറ്റ്യൂഷനല്ലേ. അതത്രയും അവിടെ പോയിട്ട് നമ്മുടെ ഈ പിന്നെ പൊതുജന, അതായത് ചെറുപ്പക്കാർ അത്രയും ചീത്തയാവുകയാണ്. അവർക്കില്ലാത്ത രോഗങ്ങളെല്ലാം വരും. പണ്ട് ഈ വിനൈറൽ ഡിസീസ് വളരെ കുറഞ്ഞിരുന്ന കാലമാണ് ഇന്ത്യയിൽ എല്ലായിടവും. ഇപ്പോൾ അതിൻ്റെ ഒരു കാലമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അത് പെരുമ്പാവൂരിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. പിന്നെ ഇത് പറഞ്ഞു വന്നെങ്കിലും എന്താണ് ഈ ആസക്തി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്? അത് എല്ലാ പൊരുത്തം ഉണ്ടെങ്കിൽ തന്നെയും ഈ മനപ്പൊരുത്തം എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിന് അതിൽ നിന്ന് സുന്ദരനായിട്ടുള്ള ഭർത്താവിനെ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഭർത്താവിന് സുന്ദരിയായിട്ടുള്ള ഭാര്യ വീട്ടിലുണ്ട്, എന്നാൽ തന്നെ അവനും അതിഷ്ടമല്ല. അപ്പോൾ അത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, അത് ജോർജ് ബെർണാഷയുടെ പിന്നെ ബുദ്ധിയെപ്പറ്റിയും എല്ലാം നമ്മളെല്ലാം കുട്ടിക്കാലം തൊട്ട് ഹൈസ്കൂളിലൂടെയൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പം ഒരു സിനിമ നടി അദ്ദേഹത്തിൻ്റെ പോയി പറഞ്ഞു, ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നോട്ട് ബൈ ഫിസിക്കലി ബട്ട് ബൈ മൈൻഡ്. കാരണം ഇദ്ദേഹം കാണാനത്തെ സൗന്ദര്യമുള്ളതല്ല. അപ്പം പിന്നെ ജോർജ് ബെർണാഷ കാണാൻ കൊള്ളാത്ത ഒരാൾ, പക്ഷേ അയാൾക്ക് ഏറ്റവും ഇഷ്ടം, അയാളെ ഏറ്റവും ഇഷ്ടം വലിയ സൗന്ദര്യമായിട്ടൊരു സിനിമ നടിക്കാണ്. അപ്പം അവർ ചോദ്യം ചോദിച്ചു, അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അത് നിങ്ങളുടെ സൗന്ദര്യം. അപ്പോൾ ബെർണാഷ നിങ്ങളെൻ്റെ ഇഷ്ടപ്പെടാനുള്ള കാരണം അത് നിങ്ങളുടെ അറിവിതും. അപ്പോൾ പറഞ്ഞ്, നിങ്ങളെ ഞാൻ പിന്നെ നിങ്ങളുടെ ഒരു കുട്ടി ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുള്ളി പറഞ്ഞു, അത് നല്ലതാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, നിൻ്റെ പിന്നെ അതായത് എൻ്റെ ബുദ്ധിയും നിൻ്റെ ഉണ്ടാകുന്ന കൊച്ചിനും നിൻ്റെ സൗന്ദര്യം വേറൊന്നും ആയിക്കഴിഞ്ഞാൽ അത് പെൺകുട്ടി വിരൂപമല്ലേ, ഇതങ്ങനെ നടക്കും. അത് കുഴപ്പമില്ല, മനപ്പൊരുത്തം. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുള്ളത് പൊരുത്തമാണ് ഏറ്റവും പ്രധാനം. ഇതിൻ്റെ ഏറ്റവും പിന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, ഇതൊരു വലിയ സോഷ്യൽ ക്രൈസിസാണ്. ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളാണ്, എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് രാജ കുടുംബം തൊട്ട് താഴോട്ടും മേളിലോട്ടും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. പിന്നെ നിങ്ങളിത് കണ്ടതുകൊണ്ടൊരു പ്രയോജനം വരണ്ടേ? അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും അഡ്വൈസ് കൊടുക്കുന്നതും കൺസൾട്ട് ചെയ്യുന്നതും എല്ലാം പിന്നെ നമുക്ക് ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം. എങ്ങനെ ആൻജിയോഗ്രാം ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാം, ബൈപ്പാസ് സർജറി ഒഴിവാക്കാം. അതിൻ്റെ നൂതനമായിട്ടുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ് വളരെ ചാർജ് പറഞ്ഞാൽ ഫീസ് കുറച്ച് വെച്ചിട്ടും പിന്നെ ഫ്രീ കൺസൾട്ടേഷനും അല്ലാതെയും എല്ലാം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു രാത്രി വൈകിട്ട് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ രോഗങ്ങളെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ ഞാൻ പറഞ്ഞു തരും. മെഡിക്കലായിട്ടും സർജിക്കലായിട്ടും എന്തെല്ലാം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.
ഞാൻ ഫ്രീ ആയിട്ടുള്ള അഡ്വൈസും തരുന്നതാണ്.